ആത്മീയ ഗീതങ്ങളിൽ 313 പാട്ട് കൂടെ പാടാം. 313. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. എല്ലാ നാമത്തേലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തേലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. ഇപ്പോൾ പ്രിയ സിജു സഹോദരൻ പ്രാർത്ഥിച്ച് അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താസൻ വചനം നമുക്ക് വിഭാഗിച്ച് തരും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ നല്ലതും മനോഹരവുമായ നിമിഷങ്ങൾക്കായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. അവിടുത്തെ വിലയേറിയ വചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ഇരിപ്പാൻ കർത്താവിൻ്റെ ആലോചന അവിടുത്തെ ദാസനിൽ കൂടെ കേൾപ്പിച്ചതിനായി ഒക്കെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവിൻ്റെ പ്രിയരായി അടിയങ്ങൾ ഓരോരുത്തരും തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ഇത്ര വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അറിയുവാൻ, കർത്താവെ ഞങ്ങളെ ആ വിധത്തിൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടുത്തുവാൻ ഒക്കെ ഇടയാക്കിയല്ലോ, അതിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒന്നിനും യോഗ്യതയില്ല, ഞങ്ങൾ എത്രയോ ബലഹീനരാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ മുൻ ജീവിതത്തിലൊക്കെ നോക്കുമ്പോൾ കർത്താവെ അവിടുത്തെ സ്നേഹം ഞങ്ങൾ അർഹിക്കുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരെയും ആ വിധത്തിൽ ഈ സ്നേഹത്തിലേക്ക് നടത്തിയതിനായി അവിടുത്തെ പുത്രനെ കുറിച്ചുള്ള ആ വെളിച്ചമൊക്കെ നൽകി വചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ഇരിപ്പാൻ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്നൊക്കെയും അവിടുന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. വചനവുമായി ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച വിലയേറിയ ആലോചനകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും
അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്, ഞങ്ങളോട് സംസാരിക്കണമേ. അടിയങ്ങളുടെ ഹൃദയം ഒക്കെ കർത്താവെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ന്യൂനതകളെല്ലാം നീക്കി, ഞങ്ങളുടെ കർത്താവെ അഴുക്കുകളൊക്കെയും മനസ്സിലുള്ള എല്ലാം അരുതാത്ത കാര്യങ്ങളെല്ലാം നീക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആ വിധത്തിൽ ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനും കൂടുതലായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്നേഹിപ്പാനും ഈ ലോകത്തിൽ കർത്താവിൻ്റെ സത്യസാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ആ വിധത്തിൽ കർത്താവ് അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു 8 പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നു. കോവിഡിന് ശേഷം ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണിത്. താല്പര്യമുള്ളവർക്ക് ഒരു സെറ്റായിട്ടാണ് കൊണ്ടുവന്നത്. 400 രൂപ 8 പുസ്തകങ്ങൾക്ക് വിലയുണ്ട്. താല്പര്യം പോലെ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മൾ ചിന്തിച്ചു വന്ന പാഠത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് കരുതുന്നു. രാവിലെ പറഞ്ഞ കാര്യം ഇനി അങ്ങനെ ആവർത്തിക്കേണ്ടതായ ആവശ്യം ഇല്ലല്ലോ. നമ്മുടെ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് വഴക്കുണ്ടാകാം, ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായാൽ ക്ഷമയുടെ വഴിയിൽ അത് പരിഹരിക്കണം. അതാണ് നമ്മൾ ചിന്തിച്ചത്. ഞാൻ ഈ അടുത്ത പാഠം പറയുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ, നമുക്കിത് ക്ഷമയുടെ വഴിയിൽ പരിഹരിച്ച് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കർത്തൃമേശാചരണം കഴിഞ്ഞുള്ള വചന ശുശ്രൂഷയിൽ കർത്തൃമേശയെക്കുറിച്ചാണ് സംസാരിക്കാനിടയായിട്ട് തീർന്നത്. എങ്ങനെയോ ആ ഓർമ്മ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ അനുഷ്ഠാനത്തെക്കുറിച്ചുള്ളതായ ചെറിയൊരു പഠനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും നമ്മെ തന്നെ വിധിക്കാനും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കണ്ടെത്താനും അതിന് പരിഹാരം കണ്ടെത്തി വിശുദ്ധിയോടെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളാനായിട്ട് സ്വർഗത്തിലെ ദൈവം വളരെ മനോഹരമായൊരു അനുഷ്ഠാനം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ അനുഷ്ഠാനം യോഗ്യമായിട്ട് ആചരിച്ചു പോകുന്ന ആളുകൾക്ക് വഴക്കിൽ തുടരാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ആ അനുഷ്ഠാനം ഏറ്റവും കൃത്യമായിട്ട് ആചരിക്കാം. ഇത് ശരിയായിട്ട് ആചരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഇനി വേറെ ഒരു ഒരുക്കം ആവശ്യമായിട്ടേ വരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഏർപ്പെടുത്തിയ സ്വർഗീയ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ഞാൻ വളരെ അത്ഭുതത്തോടെ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തി ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മളിന്ന് രാവിലെയൊക്കെ ചിന്തിച്ചത് അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശമാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കർത്താവ് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള കൽപ്പനയുടെ വിശദാംശങ്ങളാണ്. കൽപ്പനയോട് ചേർന്ന് നമ്മുടെ കർത്താവ് എന്ത് പഠിപ്പിച്ചാലും അത് കർത്താവിൻ്റെ ജീവിതത്തിലും ഉണ്ടല്ലോ. അപ്പം അതും സാധിക്കുന്നത് പോലെ ഉള്ള സമയം കൊണ്ട് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആദ്യം ക്ഷമിക്കാൻ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പന ചിന്തിക്കാം. ഞാൻ ഈ കൽപ്പന പറയുന്നതിന് മുമ്പ് മാളികമുറിയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ 4 വാക്യങ്ങളൊന്ന് പരാമർശിക്കുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 14:15 നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഇതാണ്,
നമ്മളുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അതാണല്ലോ മുഖ്യ കൽപ്പന. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ 14-15 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആരാണ് എൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇനി 21 വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പിന്നെയും ആ കാര്യം ആവർത്തിക്കുകയാണ്. 23 വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. 24 വാക്യത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുക. ഒരു പ്രസംഗമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ആ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് ഈ സത്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഞാനിപ്പോൾ ഈ സദസ്സിനോട് ചോദിക്കുക, കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാവരും ഒന്ന് കൈ ഉയർത്തണ്ട കേട്ടോ. കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഉയർത്താതിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെന്നാണ്. നമ്മുടെ കർത്താവ് പരിശോധിച്ച് നോക്കുന്നത് കർത്താവ് തന്ന കൽപ്പനകളോട് നാം എങ്ങനെ അനുസരണം കാണിക്കുന്നു എന്നുള്ളതിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മെ നോക്കുമ്പോൾ കർത്താവ് തന്ന കൽപ്പനയോട് അനുസരണം കാണിക്കുന്നവരായിട്ട് നമ്മെ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരട്ടെ. ഒടുവിലത്തെ രാത്രിയിൽ ഈ സന്ദേശം പറഞ്ഞ് കർത്താവ് ക്രൂശിങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗുരുനാഥൻ ഒടുവിലായി നമ്മോട് പറഞ്ഞിരിക്കുന്ന ഈ സത്യം ഈ കൽപ്പനയോടുള്ള ബന്ധത്തിലും പ്രായോഗികമാക്കി ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് നൽകിയ കൽപ്പന അനേക വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ വളരെ ചുരുക്കം വാക്യം നമുക്കിപ്പോൾ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മത്തായി സുവിശേഷം 18 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ അപ്പൊസ്തലന്മാരിൽ ഒന്നാമനായ പത്രോസ് അപ്പൊസ്തലൻ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? എന്നിട്ടൊരു ഉത്തരവും പത്രോസ് കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു. ഉത്തരം ഓർക്കുന്നുണ്ടോ? 7 വട്ടം മതിയോ? കർത്താവ് പറഞ്ഞ ഉത്തരം 70 വട്ടം. നമുക്കറിയാവുന്നതിനേക്കാൾ ഈ പ്രമാണം ആർക്കറിയാമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടുകാർക്കറിയാം. കാരണം നമ്മുടെ ഗുരുനാഥൻ നൽകിയിട്ടുള്ള ഉപദേശം ഇത്രത്തോളം ശ്രേഷ്ഠമാണെന്നുള്ളത് ലോകത്തിലെല്ലാവരും തിരിച്ചറിയുന്നതായ ഒരു സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകം നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കണക്ക് ഇപ്പോൾ അവിടെ ഒത്തിരി വിശദമാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. 770 വട്ടം 490 എന്നൊക്കെ പറയാം. പക്ഷേ നമ്മുടെ കർത്താവ് പറഞ്ഞത്, നീ കണക്ക് നോക്കാതെ ക്ഷമിക്കണം. എന്തു വ്യക്തമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ കൽപ്പന നൽകിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. എന്നാൽ ഞാൻ വേറൊരു കൽപ്പനാ ഭാഗം കൂടി പരാമർശിക്കുകയാണ്. അവിടുന്ന് 2 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 17 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ കൽപ്പന വളരെ ശക്തമായി നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വായിക്കാം 3-4 വാക്യങ്ങൾ. അപ്പോൾ അവിടെ കാണുന്ന കണക്ക് നാം മത്തായി സുവിശേഷത്തിൽ കാണുന്ന കണക്കിനേക്കാൾ വലുതാണ്. കാരണം ഇവിടെ കർത്താവ് പറയുകയാണ്, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും ഞാൻ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കാം. അപ്പോൾ ദിവസത്തിൽ 7 വട്ടം പിഴയ്ക്കുക, ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് വന്ന് പറയുക എന്ന് പറയുന്നത് എത്രയോ ആവർത്തിച്ചുള്ളൊരു കാര്യമായിരിക്കും. ദിവസത്തിന് 24 മണിക്കൂർ ഉണ്ടെങ്കിലും ഈ പ്രതിപാദനത്തൊക്കെയുള്ള ദിവസം 12 മണിക്കൂറുള്ളതായ പകൽ സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ 12 മണിക്കൂറിനുള്ളിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും
ഞാൻ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ചേർത്ത് പറയുകയാണ്, അവനോട് ക്ഷമിക്കുക, ക്ഷമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് ക്ഷമ ചോദിക്കുന്ന കൂട്ടു സഹോദരനോട് ക്ഷമിക്കാതിരിക്കാനുള്ളതായ വകുപ്പില്ല. ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെയാണ് നമ്മുടെ കർത്താവിന് പറയാനായിട്ട് സാധിക്കുക? ഈ രണ്ട് വേദഭാഗങ്ങളിൽ ഈ കൽപ്പന എത്രയോ വ്യക്തമായിട്ടാണ് വിശദീകരിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഞാനൊരു കർത്തൃമേശബന്ധം പറഞ്ഞല്ലോ. ദിവസത്തിൽ 7 വട്ടം എന്നുള്ളത് ഒരാഴ്ചയിൽ ചിലപ്പോൾ 49 വട്ടവും നിന്നോട് പിഴച്ചു എന്ന് വരാം. പക്ഷേ കർത്താവിൻ്റെ കൽപ്പന വളരെ വ്യക്തമാണ്, അവനോട് ക്ഷമിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വിശദീകരണം ഞാൻ ഒത്തിരി പറയണ്ടല്ലോ. എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഈ വചനം ധ്യാനിക്കുമ്പോൾ ഓർത്ത ഒരു ഭയം ഓർപ്പിക്കുകയാണ്. ഈ കൽപ്പന അനുസരിക്കാതെ വരുന്നത് വലിയ ഇടർച്ചയ്ക്ക് കാരണമാകാം. ഈ കൽപ്പന അനുസരിക്കാതിരിക്കുന്നതല്ലേ അനേക സ്ഥലം സഭകളിൽ ഇടർച്ചകൾ വരുന്നതിന് കാരണമായിട്ട് തീർന്നിട്ടുള്ളത്. ഇനി 2-ാം വാക്യം ഒന്ന് വായിച്ച് മാത്രം പോകാം. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ക്ഷമിക്കാൻ കഴിയാത്തതിനാൽ ഇടർച്ചകൾ വരുന്നതും ഇടർച്ചകൾ കണ്ട് ഇളം തലമുറ ഇടറിപ്പോകാൻ ഇടയായിട്ട് തീരുന്നതുമായ സംഭവങ്ങൾ എത്രയോ വ്യാപകമായിട്ടാണ് ദൈവജനത്തിൻ്റെ നടുവിൽ നമ്മൾ കാണുന്നത്. ശത്രുവായ പിശാച് കർത്താവിൻ്റെ സഭയ്ക്കെതിരെ നിൽക്കുമെന്നുള്ളത് കർത്താവ് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. പാതാള ഗോപുരങ്ങൾ വരാനുള്ളതായ സാധ്യതയുണ്ട്. ഐക്യതയോടെ ഒന്നായി നിൽക്കേണ്ട ദൈവജനത്തെ ഭിന്നിപ്പിക്കത്തക്കവണ്ണം ഓരോരോ ന്യായങ്ങൾ പിശാച് കൊണ്ടുവന്ന് അതിൽ ദൈവമക്കളെ വീഴിച്ച് കളയുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. നമ്മൾ കർത്തമേശ ആചരിക്കുമ്പോൾ ഒരു സത്യം ശബ്ദം കൂടാതെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മൾ അപ്പത്തിൽ നിന്ന് പങ്കുകാരായിട്ട് തീരുമ്പോൾ നിശബ്ദമായിട്ടൊരു സന്ദേശം കൈമാറുകയാണ്. അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പലരായ ഞങ്ങൾ ഒരു ശരീരമാണ് എന്നുള്ളതായ വലിയ സത്യം നമ്മൾ ആ നിശബ്ദമായിട്ട് ആ അനുഷ്ഠാനത്തിൽ പങ്കാളികളായിട്ട് തീരുമ്പോൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ നാം എത്ര സ്നേഹത്തോടും ഐക്യതയോടും കൂടെ ജീവിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ആ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കാം. ചെറിയ വല്ലൊരുത്തിന് ഇടർച്ച വരുത്തുന്നവന് കൊടുക്കുന്നൊരു ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. ഒരു തിരികല്ല അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ സമുദ്രത്തിൽ എറിഞ്ഞു കളയുന്നത് അവന് നല്ലത് എന്ന് പറഞ്ഞാൽ മിനിമം ശിക്ഷ അതാണ്. ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ വാക്കുകളാണത്. നമ്മെ അത് ഭയപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയോട് വിട്ടുവീഴ്ച കൂടാത്ത അനുസരണം സൂക്ഷിച്ച് ഈ നാളുകളിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇനി ക്ഷമയുടെ കൽപ്പനയിൽ ഇതിനേക്കാൾ ഉന്നതമായ ഒരു കൽപ്പന നമ്മുടെ കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. അതിലൊരു വാക്യമാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരുക്കമായി പറഞ്ഞിരിക്കുന്നത് ഏകപക്ഷീയമായ ക്ഷമയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ
ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ ഒരു പഠനമുണ്ട്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അതിൽ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വളരെ മനോഹരമായൊരു വിഷയമുണ്ട്. നിങ്ങൾ ചിലരൊക്കെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരായിരിക്കും, ഉരുവിട്ടുകൊണ്ടിരുന്നവരായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. 12-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അവിടെ നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് മാതൃകാ പ്രാർത്ഥന. അപ്പോൾ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീ ആ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാനുണ്ട്. നിന്റെ കടക്കാരോട് ക്ഷമിച്ചിട്ട് വേണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ. ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഓർത്തൊരു കാര്യം, ഈ പ്രാർത്ഥനക്കാരനെ രൂപപ്പെടുത്തുന്നതാണ്. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥനക്കാരൻ കൂടുതൽ ദൈവേഷ്ടപ്രകാരം രൂപപ്പെടുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ കാതലായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ ഇതിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ കാര്യം പഠിപ്പിച്ച ശേഷം 14ഉം 15ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിൻ്റെ മനോഹരമായ വിശദീകരണം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ആ വാക്യങ്ങൾ കൂടി നമുക്ക് വായിച്ച് പോകണം. വായിക്കാനേ പറ്റുകയുള്ളൂ. ഒത്തിരി വിശദീകരണം ഇപ്പോൾ സാധിക്കും എന്ന് തോന്നുന്നില്ല. 6-ാം അധ്യായത്തിൻ്റെ 14ഉം 15ഉം വാക്യങ്ങൾ വായിക്കാം. മത്തായി 6-ന്റെ 14ഉം 15ഉം വാക്യം. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. നമ്മൾ കർത്തൃമേശയിൽ യോഗ്യമായി പങ്കുകൊള്ളുന്നതിനു വേണ്ടി നമ്മൾ സ്വയശോധന ചെയ്യുമ്പോൾ ഏതെങ്കിലും പാപം കണ്ടെത്താൻ ഇടയായിട്ട് തീർന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ വ്യവസ്ഥയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാപം ഏറ്റുപറയുമ്പോൾ, ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തോടെ ഏറ്റുപറയുമ്പോൾ, കർത്താവ് എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വ്യവസ്ഥ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. അതിലൊരു വാക്ക് ഞാനൊന്ന് എടുത്ത് പറയട്ടെ. മർക്കോസ് 11:25-26 വാക്യങ്ങളിൽ പറഞ്ഞത്, ആ വാക്ക് ഞാൻ ആദ്യം പറഞ്ഞത് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ. ഇവിടെ ഏത് വാക്കാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യരോട്. അതുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മൾ കൂടെ കർത്തൃമേശ എടുക്കുന്നവരോട് നല്ല ബന്ധം സൂക്ഷിക്കണം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നമ്മുടെ സഹജീവികളോട് നല്ല ബന്ധം സൂക്ഷിച്ച് ജീവിക്കത്തക്കവണ്ണം ഒരു ദൈവ പൈതലിനെ അതിശയകരമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് നമ്മുടെ ഗുരുനാഥൻ്റെ മാർഗം. ഈ മാർഗത്തിൻ്റെ മുമ്പിൽ നമുക്കെല്ലാ ബഹുമാനത്തോടും കൂടി അഭിമാനത്തോടു കൂടി അത് ഏറ്റെടുക്കാം. ഇതുപോലൊരു മാർഗം ലോകത്തിലില്ല. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച മാർഗം എത്ര മനോഹരമായിട്ടുള്ളതായ മാർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് ക്ഷമയുടെ വഴിയിൽ ഈ അനുഗ്രഹീതമായ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുമ്പോഴും നമ്മുടെ രാജ്യത്ത് വളരെ ദയനീയമായി കൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കളുടെയും സംഭവം ഓർക്കാൻ
ഇടയായിട്ട് തീർന്നു. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. തൻ്റെ ഭർത്താവിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന ആളുകളോട് പരസ്യമായി ക്ഷമ വെളിപ്പെടുത്തിയ ആ ദൈവദാസി കർത്താവിൻ്റെ മനോഹരമായ ഉപദേശത്തോട് അനുസരണം കാണിക്കുകയല്ലേ ചെയ്തത്. അമേരിക്കയിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ ആ സങ്കടകരമായ കൊലപാതകത്തിലും കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ വിധവ എത്ര മനോഹരമായിട്ടാണ് ആ സാക്ഷ്യം ലോകത്തിന് കൊടുക്കുവാനിടയായിട്ട് തീർന്നത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒടുവിൽ പറയേണ്ടതാണെങ്കിലും ഇവിടെ ഞാൻ ചേർത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനാലുണ്ടായിട്ടുള്ള മഹത്വം എത്രയോ അധികമാണ്. ഞാൻ ഭയത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഈ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കുകയില്ല. ചിലപ്പോൾ ഒത്തിരി വർഷങ്ങളായി കാണും. അപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ വ്യവസ്ഥ പാലിക്കാതെയാണ് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ശ്രമിച്ചതെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായ കർത്താവിന് അത് ക്ഷമിക്കാനായിട്ട് പറ്റുകയില്ല. ഈ വ്യവസ്ഥ പാലിക്കുന്നവരുടെ പാപമേ ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവിന് ഉത്തരവാദിത്വമുള്ളൂ. അപ്പോൾ ഈ കൽപ്പനയോടുള്ള അനുസരണക്കേട് പാപം കുന്നുകൂടാൻ കാരണമായിട്ട് തീരുന്നതാണ്. അതെന്തൊരു ഭയങ്കരമായ ദുരന്തമായിരിക്കും. നമ്മുടെ അക്കൗണ്ടിൽ പാപം കുന്നുകൂടിയാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെങ്കിൽ അതിൽ നമ്മൾ കണക്ക് കൃത്യമായിട്ടും പറയേണ്ടി വരികയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനയുള്ള അനുസരണം ഏറ്റവും കൃത്യമായി സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ ഞാനൊരു താരതമ്യം ഓർപ്പിക്കുകയാണ്. മർക്കോസ് 11:25-26 വാക്യങ്ങളിലും ഈ വാക്യങ്ങളിലും കർത്താവ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഈ വ്യവസ്ഥ പറയുമ്പോൾ നമുക്കറിയാം, നീ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ നിന്നോട് പിഴച്ച ആളുകൾ വന്ന് ക്ഷമ പറയും എന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്ഷമ പറയാനുള്ള സാധ്യതയില്ല, ക്ഷമ പറയാനുള്ള അവസരം നിനക്കുണ്ടായി എന്ന് വരികയില്ല. അങ്ങനെ കാത്തിരുന്നാൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാനായിട്ട് വേറിട്ട നിലയിൽ സൂക്ഷിക്കാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ എന്താ ഇവിടെ കർത്താവ് പഠിപ്പിച്ചത്? സഹോദരൻ പിഴച്ചാൽ അവനോട് ക്ഷമിക്കണം, അവൻ നിന്നോട് മാനസാന്തരപ്പെട്ട് ക്ഷമ പറഞ്ഞാൽ ക്ഷമിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. എന്നാൽ ഇവിടെ കർത്താവ് പഠിപ്പിച്ചത് അതിനേക്കാൾ ഉന്നതമായൊരു വ്യവസ്ഥയാണ്. നിങ്ങളോട് ക്ഷമ പറയാത്തവരോടും ഏകപക്ഷീയമായി ക്ഷമിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത് കഠിനമായ കൽപ്പനയാണ്, നിങ്ങൾക്കാർക്കും തോന്നുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കർത്താവിന് ഇത് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഞാൻ ചുരുങ്ങിയ വാക്കുകളിലൊന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കടം ഇളച്ച് കിട്ടിയ ഒരു ദാസൻ്റെ കാര്യം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ സമയം ലാഭിക്കാൻ പറയട്ടെ. 27-ാമത്തെ വാക്യത്തിൽ യജമാനൻ മനസ്സലിഞ്ഞ് അവൻ്റെ വലിയ കടം ഇളച്ച് കൊടുത്തു. വലിയ കടം എന്തോരം ഉണ്ടായിരുന്നു? 10,000 താലന്ത് അവനോട് മനസ്സലിഞ്ഞ് യജമാനൻ ഇളച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ കാണുക. അവൻ പോകുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുദാസനെ കണ്ടു. 28-ാമത്തെ വാക്യത്തിൽ കൂട്ടുദാസൻ അവനോട് കടംപെട്ടത് കണക്ക് നിങ്ങളൊന്ന് പറയാൻ പറ്റൂ? 100 വെള്ളിക്കാശാണ്. അതിൻ്റെ കണക്കുകളുടെ വിശദാംശങ്ങളിൽ ചിലപ്പോഴൊക്കെ വ്യത്യാസം കാണുമായിരിക്കാം. എങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്നൊരു കണക്ക് പറയട്ടെ. ഒരു താലന്തിൻ്റെ 60% ഈ കൂട്ടുദാസൻ അവനോട് കടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു. നമ്മൾ എന്ത് ആവേശത്തോടെ ആരാധനായോഗത്തിൽ ഓർക്കുന്നത്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, അടുത്ത വാക്കെന്താ?
സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് എല്ലാ പാപവും ക്ഷമിച്ചാണ് നമ്മെ തൻ്റെ മകനാക്കി തീർത്തത്. അപ്പോൾ ഈ വിശദീകരണത്തിലൂടെ കർത്താവ് എന്താ വ്യക്തമാക്കിയത്? നിങ്ങൾ ക്ഷമിക്കേണ്ടി വരുന്നത് ഞാൻ നിങ്ങളോട് കാണിച്ച ക്ഷമയുടെ വളരെ ചെറിയൊരംശമായിരിക്കും. ചിലപ്പോൾ നമ്മോട് പിഴച്ച ആളുകളുടെ കുറ്റം വലിയ മല പോലെയൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടിയ പാപക്ഷമയുടെ വളരെ ചെറിയൊരംശമേ നാം ക്ഷമിക്കാനായിട്ട് ആവശ്യം വരികയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് 10,000 താലന്ത് ഇളച്ചു തന്ന് നമ്മുടെ ഗുരുനാഥൻ നൽകിയിരിക്കുന്ന ഈ കൽപ്പന അതുപോലെ അനുസരിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വിശദീകരണത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് ഓർപ്പിക്കുകയാണ്. 18-ാം അധ്യായത്തിന് 34-35 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചോളും. മത്തായി 18-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ. അപ്പോൾ എത്ര ഗൗരവമായിട്ടാണിത് പറയുന്നത്, വിശദീകരിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ കൂട്ടു സഹോദരനോട് ക്ഷമിക്കാതിരിക്കുന്ന കുറ്റം വളരെ ഗുരുതരമാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. എന്നിട്ട് 35-ാമത്തെ വാക്യത്തിലൊരു പ്രബോധനം കർത്താവ് നൽകുകയാണ്. നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഹൃദയപൂർവം ക്ഷമിച്ചാലും പിശാച് ആ പാപത്തിൻ്റെ ഓർമ്മകൾ കൊണ്ടുവരുമായിരിക്കാം. സാധാരണ പറയുമല്ലോ, ക്ഷമിക്കാൻ പറ്റും, പക്ഷെ മറക്കാൻ വളരെ പ്രയാസമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാനൊരു സത്യം ചേർത്ത് ഓർപ്പിക്കട്ടെ. ഞാൻ ക്ഷമിച്ചൊരു കുറ്റം പിശാച് വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരുമ്പോൾ ആ ഓർമ്മയോട് എൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത് എന്നോട് ക്ഷമിച്ച കർത്താവിന് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ഓർമ്മയെ ഞാൻ ആഘോഷിക്കുകയാണോ, ആ ഓർമ്മയെ വർഷങ്ങൾക്ക് ശേഷവും പ്രതികാരം എന്നിൽ ഉണരാൻ മുഖാന്തരമായിട്ട് തീരുകയാണോ, അതോ ആ ഓർമ്മ എന്നെ പരമാർത്ഥമായും വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് സഹോദരന്മാരോട്, പ്രിയപ്പെട്ടവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് ഈ കൽപ്പനയോട് അനുസരണം കാണിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ കൽപ്പന എത്ര മഹത്തരമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കണമല്ലോ. നമ്മുടെ കർത്താവ് ഇത് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ആവർത്തിച്ച് പഠിപ്പിച്ചു. പക്ഷേ നമ്മുടെ കർത്താവിൽ ഈ മനോഹരമായ മാതൃക നമ്മൾ കാണുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്യം ഏതാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ സാധാരണ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ പറയുന്ന ഈ വാക്യമാണല്ലോ, നല്ല പരിചയമുള്ള വാക്യമാണല്ലോ. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ തീവ്രമായ വേദനയുടെ നടുവിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം നമ്മൾ വായിക്കുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ആളുകളിൽ യാതൊരു മാനസാന്തര ലക്ഷണവുമില്ല, ഒരു കുറ്റബോധവുമില്ല. ആ വിദ്വേഷത്തിൻ്റെ ഉള്ളിൽ അവർ കർത്താവിൻ്റെ വസ്ത്രം പങ്കിടാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിനത് വളരെ കൃത്യമായിട്ടറിയാം. പക്ഷെ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്,
ഇവർ ചെയ്യുന്നത് ഇന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ക്ഷമയുടെ പ്രമാണം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, എത്രയോ കൃത്യമായിട്ടുള്ളതായ മാതൃകയാണ് നമ്മുടെ ഗുരുനാഥനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഞാനൊരു വലിയ പ്രമാണം പറഞ്ഞു മാത്രം പോകാം എന്നാഗ്രഹിക്കുന്നു. നമ്മുടെ ഗുരുനാഥനൊരു വ്യത്യാസമുണ്ട്. ഗിരിപ്രഭാഷണം എത്രയോ പ്രസിദ്ധമായൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ ഒടുവിലത്തേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ മത്തായി 7-ന്റെ 29-ാമത്തെ വാക്യത്തിൽ ആ പ്രസംഗത്തിനൊരു വിലയിരുത്തലുണ്ട്. ആ പ്രസംഗം ജനം എങ്ങനെ കേട്ടു? ഒരു വാക്ക് അവിടെയുണ്ട്, ഒന്ന് പറയാമോ? അധികാരത്തോടെ കേട്ടു. എന്നിട്ട് അധികാരത്തിൻ്റെ കാരണം പറയുന്നുണ്ട്. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരത്തോടെയാണ് അവൻ പറഞ്ഞത്. ശാസ്ത്രിമാരുടെ അധികാരം എവിടെയാണ് ചോർന്നു പോയതെന്ന് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ അത് പറയുകയാണ്. അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവരാണ്, അവർ പറയുന്നത് അതുപോലെ ചെയ്യണം. ഒരു മുന്നറിയിപ്പ് ചേർത്ത് പറഞ്ഞല്ലോ. ഇന്ന് നമ്മെക്കുറിച്ചൊക്കെ അങ്ങനെ ചേർത്ത് പറയുന്നുണ്ടല്ലോ. അത് അവർ പറയുന്ന പോലെ ചെയ്യണം, ചെയ്യുന്നത് പോലെ. ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കാര്യം പോലെ. ചെയ്യുന്നത് പോലെ ചെയ്യരുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ ലോകചരിത്രത്തിൽ എത്രയോ വ്യത്യസ്തനാണ്. നമ്മുടെ കർത്താവ് എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് ആ ജീവിതത്തിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും നിയോഗമുള്ള ആളുകളാണ്, നിയമനമുള്ള ആളുകളാണ്. ഈ പ്രമാണം മറന്നു പോകരുത്. നമ്മുടെ ഗുരുനാഥനിൽ കാണുന്ന ഈ മാതൃക അതുപോലെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ കർത്താവിൽ കാണുന്ന, കർത്താവ് പഠിപ്പിച്ച ആ സത്യം കർത്താവിൻ്റെ ജീവിതത്തിൽ മനോഹരമായ മാതൃകയായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ മാതൃകകൾ വേദപുസ്തകത്തിലുണ്ട്. ഈ മാതൃകകൾ എല്ലാ തലമുറയിലും ഉണ്ട് കേട്ടോ. അതിൽ 1-2 പേരുടെ പേരാണ് ഞാൻ ആദ്യം പറയാനിടയായിട്ട് തീർന്നത്. വേദപുസ്തകത്തിൽ 2 പേരുകൾ കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ആരുടെ കാര്യം പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പ്രവൃത്തികളുടെ ദിവസം 7-ാം അധ്യായം അതിൻ്റെ 60-ാമത്തെ വാക്യത്തിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സ്തേഫാനോസിനെ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനാ ശബ്ദം നമുക്ക് മനപ്പാഠം അറിയാമെങ്കിലും ഒന്ന് വായിച്ച് കേൾക്കാം. 7-ന്റെ 60-ാമത്തെ വാക്യം. എന്ത് മനോഹരമായിട്ടുള്ളതായ മാതൃകയാണ്! ഗുരുനാഥൻ ക്രൂശിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പ്രതിധ്വനിയല്ലേ ഈ യുവാവിൽ നിന്ന് കേൾക്കുന്നത്. കല്ലേറുകൊള്ളുന്നതിന് നടുവിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. ഏകപക്ഷീയമായി തന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിച്ചാണ് ആ ദൈവദാസന് കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ ദൈവദാസനെ സ്വർഗം എഴുന്നേറ്റ് എന്ന് സ്വീകരിച്ചു എന്ന് നമ്മൾ കൂടെ കേൾക്കാറുണ്ടല്ലോ. എങ്ങനെ എഴുന്നേറ്റ് എന്ന് സ്വീകരിക്കാതിരിക്കും? ഒരു ജയാളിയുടെ പ്രവേശനമാണ് സ്വർഗത്തിലേക്ക്. പത്രോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ആ പ്രവേശനത്തിന് ധാരാളമായ പ്രവേശനമാണ് സ്തേഫാനോസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ എങ്ങനെ ഉപസംഹരിക്കട്ടെ? എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഗുരുനാഥൻ്റെ കൽപ്പനയനുസരിച്ച്, ഗുരുനാഥൻ കാണിച്ചു തന്ന മാതൃകയനുസരിച്ച്, ഭക്തന്മാർ നമ്മെ പഠിപ്പിച്ച മാതൃകയനുസരിച്ച്, അവർ കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ ഈ കൽപ്പനയോട് അനുസരണം കാണിക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഒത്തിരി കാലം ജീവിച്ചൊന്നും വരികയില്ലായിരിക്കാം. പക്ഷെ നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ എല്ലാ സന്തോഷത്തോടും കൂടെ സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീരും. അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉന്നതമായ ഉൾക്കാഴ്ചയോടെ നമുക്ക് ജീവിക്കാം, സാക്ഷ്യം വഹിക്കാം. ഒരു വാക്യോടെ വായിച്ച് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിന് ഈ സ്തേഫാനോസിൻ്റെ മരണവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ബന്ധം ഞാനിവിടെ വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ടിരുന്നതായ ശൗൽ
മാനസാന്തരപ്പെട്ടു. മുമ്പേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്ന ശൗൽ മാനസാന്തരപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. മാനസാന്തരപ്പെട്ടൊരു പുതിയ വ്യക്തിയായിട്ട് തീർന്നു. ഈ വിഷയത്തിൽ ആ വ്യക്തിയിലുണ്ടായ രൂപാന്തരവും വ്യതിയാനവും നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 4-ന്റെ 12-ാമത്തെ വാക്യം. നിങ്ങൾ 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യവുമായിട്ട് ചേർത്ത് ഈ വാക്യം ചിന്തിക്കണം. ആ വാക്യം ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ദേവദാസൻ പറയുന്നത് ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെക്കുറിച്ച് 1 പത്രോസ് 2-ന്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹരമായ സത്യം എഴുതുന്നുണ്ട്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൽ കാണുന്ന എന്ത് മനോഹരമായ മാതൃകയാണത്. ഇവിടെ പൗലോസ് ഒരർത്ഥത്തിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയെന്നോ എന്നെനിക്ക് തോന്നാറുണ്ട്. ഇവിടെ ശകാരം കേട്ട് തിരിച്ച് ശകാരിക്കുന്നില്ല മാത്രമല്ല, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഗുരുനാഥൻ്റെ മാതൃക പിൻപറ്റിയ ജയാളികളെ ഞങ്ങൾ തിരുവെഴുത്തിൽ കാണുകയാണ്. എല്ലാ തലമുറയിലും ഉണ്ട്. ഈ തലമുറയിൽ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ മാതൃകയെ പിൻപറ്റുന്ന ജയാളികളായിട്ട് പുനരൂരുള്ള ദൈവത്തിൻ്റെ ജനം വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അന്യോന്യം സ്നേഹിക്കുമ്പോൾ, അന്യോന്യം ക്ഷമിക്കുമ്പോൾ ആർക്കും തകർക്കാൻ കഴിയാത്തതായ ഐക്യതയോടെ ഒരു സ്ഥലം സഭയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് അവരുടെ നടുവിൽ വേണ്ടിയ ഐക്യത തികഞ്ഞ ഐക്യതയാണെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഉന്നതമായ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഇന്ന് രാവിലെ നമ്മൾ പഠിച്ച ഈ പാഠം പ്രായോഗികമാക്കി ഈ തലമുറയിൽ ജയാളികളായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ സന്ദേശം ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലപ്പോഴും നാം വളരെ ലാഘവബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ക്ഷമിക്കുക എന്നുള്ളത്. അതിൻ്റെ സീരിയസ്നെസ് എത്ര കഠോരമാണ് എന്നുള്ളത് കർത്താസൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടി. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം എത്രമാത്രം ഒരുങ്ങണം. മറ്റുള്ളവരോട് കയ്പായിരിക്കുന്നുണ്ടോ, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നതിന് പകരം നാം പരസ്പരം അന്യോന്യം സ്നേഹിച്ച് ദൈവസഭ മുമ്പോട്ട് പോകേണ്ടതൊരാവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനപരമായ രീതിയിൽ കർത്തദാസനോട് കൂടെ ആ ഒരു വിഷയത്തെക്കുറിച്ച് കേൾപ്പാനിടയായി. നാം അത് പൂർണ്ണമായും ഉള്ളിൽ കൈക്കൊണ്ട് അനുസരിച്ച് നല്ലൊരു സഭയായി മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താസൻ ഇന്ന് എടുത്ത ബൈബിൾ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ കർത്താസൻ
കൺവെൻഷൻ യോഗത്തോടുള്ള ബന്ധത്തിൽ നമ്മോട് സംസാരിക്കുന്നു. അതിന് മുമ്പായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം ഉത്സാഹിക്കണം. കർത്താസൻ വൈകുന്നേരം ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 5 കടന്നു വരിക, പ്രാർത്ഥിക്കുക, മുൻവർഷങ്ങളുടെ പോലെ നാം ഉത്സാഹമുള്ളവരായി അക്കാര്യങ്ങൾ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിറഞ്ഞ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ പ്രഭാതത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ ജനനത്തെ കർത്താവെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം കർത്താവ് ഈ ഹാളിൽ കടന്നു വന്ന് ആ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയെ കുറിച്ചൊന്ന് ധ്യാനിക്കുവാൻ കർത്താവ് ഇടയാക്കി ലഭിക്കാത്ത സ്തോത്രം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൽ കർത്താവെ, ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ ആദ്യത്തെ ബൈബിൾ ക്ലാസ് കർത്താവിൽ നിന്ന് തുടങ്ങുവാൻ കർത്താവ് അവിടെ നിന്ന് സഹായിച്ചു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ വി പി പൗലോസും മകനും കൂടി കർത്താവെ രാവിലെ രാമമംഗലത്തിൽ നിന്ന് തിരിക്കുവാനും യാത്രയിൽ കൂടെ ഇരുന്ന് കർത്താവെ സുഖത്തോടെ ഇവിടെ വന്ന് ചേരാനും ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കർത്താവ് കൽപ്പിച്ചതും ശിഷ്യന്മാർ ചെയ്തതുമായ കർത്താവെ അന്യോന്യം ക്ഷമിക്കുവാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കർത്താവെ ഞങ്ങൾ പഠിക്കുവാൻ അവിടുന്ന് സഹായിച്ചു. കർത്താവെ, ഞങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കി കർത്താവെ ഞങ്ങളുടെ സഹോദരനോടുള്ള കർത്താവെ വഴക്കുകൾ, കർത്താവ് മനസ്സിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് അന്യോന്യം ക്ഷമിപ്പാൻ കർത്താവ് ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നപ്പോഴും പിതാവെ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. സ്തേഫാനോസും കർത്താവെ ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് പറഞ്ഞ ആ വാക്കുകളെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. മാത്രമല്ല, ഇന്നും ഞങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന സാക്ഷികളായിട്ട് ഗ്രാൻഡ് സ്റ്റേൻസിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യവും ചാർലിയുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ കർത്താവ് ഞങ്ങൾ കേട്ട് കർത്താവ് ഇത് ഞങ്ങൾക്കൊരു മാതൃകയായിട്ട് ഇരുപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്യോന്യം ക്ഷമിപ്പാൻ കർത്താവെ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കുവാൻ ആ ഒരു ചിന്ത നീ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഒന്നുമില്ല കർത്താവെ, ഞങ്ങൾ താഴ്ത്തുന്നു കർത്താവെ. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കാട്ട് കർത്താവ് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അത് കേട്ടത് മാത്രമല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രായോഗികമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തി കൃപയ്ക്കാട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് വൈകുന്നേരം നടക്കുന്ന ക്ലാസ്സിനെയും കൺവെൻഷൻ യോഗത്തെ അവിടെ അനുഗ്രഹിക്കണമേ. ആ സുവിശേഷ യോഗത്തിൽ കർത്താവെ അനേക പ്രിയപ്പെട്ട് കടന്നു വരുവാൻ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെക്കുറിച്ച് ഞങ്ങൾ കേട്ട് കർത്താവിൻ്റെ വിശുദ്ധന്മാർ കടന്നു വരുന്ന സ്ഥലം, കർത്താവിൻ്റെ വൃതന്മാർ കടന്നു വരുന്ന സ്ഥലം, കർത്താവിനാൽ പ്രിയപ്പെട്ടവർ കടന്നു വരുന്ന സ്ഥലം, ആ സഭയായി ഞങ്ങളെല്ലാവരും കടന്നു വന്ന് ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവെ അന്യോന്യം ക്ഷമിച്ച് കർത്താവിനോട് ആരാധിപ്പാനൊക്കെ ഞങ്ങൾക്ക് അവിടെ കൃപ തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരപ്പത്തിൻ്റെ അംശങ്ങളായിട്ടായിരിക്കുന്ന ഞങ്ങൾ അങ്ങനെ ജീവിപ്പാനും കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കാട്ട് സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം. തൽക്കാലം ഞങ്ങൾ പിരിയുന്നു. വീണ്ടും വൈകുന്നേരം ഞങ്ങൾ കടന്നു വരുന്നത് വരെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലനന്മയ്ക്കായ സ്തോത്രം, പ്രാർത്ഥന കിട്ടിക്കാൽ സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നമ്മെല്ലാവരോടും കൂടെ എപ്പോഴും വചനം സംസാരിച്ച ദാസനോടും കൂടെ ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ.